യാത്രയിൽ ശ്രീ പരിസരം പോലും മറന്ന് അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്നാൽ വേണിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. ശ്രീയെ ദൂരെ നിന്നും ശ്രദ്ധിച്ചപ്പോഴേ വേണിക്ക് മനസ്സിലായിരുന്നു അവൾ കരഞ്ഞുകൊണ്ടാണ് തന്റെ അരികിലേക്ക് ഓടി വരുന്നതെന്ന്. എന്താ നിനക്ക് പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് വേണി അവളോടായി ചോദിച്ചു. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അടുത്തു നിൽക്കുന്ന സ്റ്റാഫുകളെ വേണി ശ്രദ്ധിക്കുന്നത്. തങ്ങളെ ഇരുവരെയും മാറി മാറി നോക്കുകയായിരുന്നു അവർ. നിങ്ങൾക്കിവിടെ വർക്കൊന്നും ചെയ്യാനില്ലേ? അവൾ കുറച്ച് ദേഷ്യത്തോടെ സ്റ്റാഫുകളോട് ചോദിച്ചു. അവരെല്ലാം തന്നെ അവരവരുടെ ജോലികളിൽ മുഴുകി. വാ, ക്യാബിലേക്ക് പോകാം. വേണി ശ്രീയെയും കൂട്ടിക്കൊണ്ട് ക്യാബിലേക്ക് പോയി. ഇനി പറ, എന്താ പ്രശ്നം? ചേച്ചി, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് എനിക്ക് വാക്ക് തരാമെങ്കിൽ മാത്രം ഞാൻ പറയാം. ശ്രീ തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു. അപ്പൊ കാര്യം സീരിയസ് ആണ്. നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ, എന്നിട്ട് തീരുമാനിക്കാം. സിദ്ധുവിനേക്കാൾ അപകടകാരിയാണ് വേണി. സിദ്ധുവിന്റെ കാര്യത്തിൽ പോലും നിങ്ങൾ കണ്ടതല്ലേ എല്ലാം. നീ കാര്യം പറ ശ്രീ, എന്താ പ്രശ്നം? ശ്രീ ഉണ്ടായ കാര്യം വേണിയോട് തുറന്നു പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞതും വേണി തന്റെ കയ്യിലിരുന്ന ഫോൺ അവൾ നിലത്തേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു. ദാ കിടക്കുന്നു ഐഫോൺ തവിട് പൊടിയായി. ചേച്ചി, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ശ്രീ അവളെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു നോക്കി. എന്നാൽ അതൊന്നും കേൾക്കാവുന്ന ഭാവമേ ഇല്ലായിരുന്നു അവൾക്ക്. ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നോ? എന്തു തന്നെ വന്നാലും പഠിക്കില്ല നീ അവന്റെ കിസ് മേടിച്ചു വന്ന് നിൽക്കാൻ നിനക്ക് നാണമാകുന്നില്ലേ ശ്രീ? എന്തോ വേണി അതുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീയുടെ കണ്ണുനീരിനെ അവൾക്ക് നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ വന്നിരുന്ന് മൂങ്ങി കാണിച്ചാൽ ഉണ്ടായ പ്രശ്നം മാറുമോ? നീ എഴുന്നേൽക്കുക. വേണി പോകാൻ തുടങ്ങിയതും ശ്രീ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വേണി ശ്രീയെ ഒന്ന് നോക്കി. എന്താ, ഇനി നിനക്ക് അവനെ ഇഷ്ടമാണോ? അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലേ ചേച്ചി ഞാൻ അയാളെ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ചേച്ചി, ഇപ്പൊ അത് ചോദിക്കണ്ട. എന്തുകൊണ്ട് അവൻ നിന്നോട് അങ്ങനെ പെരുമാറിയതെന്ന് എനിക്കറിയണം. ഞാനാണെങ്കിൽ എന്താ കാര്യമെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കും. നേരെ മറിച്ച് ഇത് സിദ്ധു അറിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യം നിനക്ക് ഞാൻ പറഞ്ഞു തരാതെ തന്നെ അറിയാമല്ലോ. ശ്രീ ദയനീയമായി വേണിയെ ഒന്ന് നോക്കി. അപ്പോൾ എങ്ങനെ പോവുകയല്ലേ? ശ്രീ ഒന്നും തന്നെ മിണ്ടാതെ നിന്നു. അവളെയും കൂട്ടി വേണി നേരെ ദേവിയുടെ ഓഫീസിലേക്കാണ് പോയത്. ഓഫീസിൽ ചെന്നപ്പോൾ സ്റ്റാഫുകൾ ഇരുവരെയും മാറി മാറി നോക്കുന്നുണ്ട്. ശ്രീ ആണെങ്കിൽ അവിടെയുള്ളവരെ ആരെയും തന്നെ നോക്കാതെ നിൽക്കുകയായിരുന്നു. എവിടെയാണ് നിങ്ങളുടെ എഫ്ഡിയുടെ ക്യാബിൻ? റൈറ്റ് സൈഡിലാണ് ചേച്ചി. വേണിയുടെ കൂടെ ശ്രീയും ക്യാബിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ വേണി അവളെ തടഞ്ഞു. നീ ഇവിടെ നിന്നാൽ മതി. പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ ചേച്ചി. ഇല്ല. ശ്രീയെ പുറത്തു നിർത്തി വേണി ക്യാബിലേക്ക് പോയി. വേണി ഡോർ തുറന്നു അകത്തേക്ക് പ്രവേശിച്ചതും അവൾ ഒരു നിമിഷത്തേക്ക് നിന്നുപോയി. താൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മുഖമായിരുന്നു അവൾ അവിടെ കണ്ടത്. താൻ സ്നേഹിക്കാൻ ആഗ്രഹിച്ച പുരുഷൻ സ്വന്തം അനിയത്തിയെ ഒരു നിമിഷത്തേക്ക് ഭൂമി പിളർന്ന് രണ്ടായി പോയിരുന്നെങ്കിൽ എന്ന് പോലും വേണി ആഗ്രഹിച്ചു പോയി. വിറയാർന്ന കാലുകളോടെ അവൾ അകത്തേക്ക് ചെന്നു. എന്നാൽ ഹരിയുടെ മനസ്സിലും ഇതൊക്കെ തന്നെയായിരുന്നു ചിന്ത. അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് അവളെ ദേവ കണ്ടതല്ലേ. തന്നെ സ്നേഹിക്കുന്ന പെണ്ണിനെയാണോ ദേവ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അറിയാതെയാണെങ്കിലും അവന്റെ മനസ്സിലും വീർപ്പുമുട്ടലുകളുണ്ടായി. ഹരിയുടെ ചിന്തകളിൽ നിന്ന് തന്നെ ഉണർത്തുന്ന രീതിയിലായിരുന്നു വേണിയുടെ അടി. നിനക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞതിന്റെ അന്ന് നിനക്ക് പറയാമായിരുന്നു. അവളുടെ അടിയുടെ ആഘാതത്തിൽ ഹരി പോലും അറിയാതെ കവിളിൽ കൈവച്ചു പോയി. നിന്നെപ്പോലൊരു വൃത്തികെട്ടവനെയായിരുന്നു ഞാൻ സ്നേഹിച്ചത്. എന്തർത്ഥത്തിലാ നീ അവളെ കിസ് ചെയ്തത്? വേണിയുടെ അടിയുടെ ശക്തിയിൽ അവന്റെ കിളികളെല്ലാം പറന്നതാണോ അതോ ഇവളിനി മദ്യപിച്ചു വന്ന് നിൽക്കുന്നതാണോ എന്നുപോലും മനസ്സിലാകുന്നില്ലായിരുന്നു ഹരിക്ക്. നിനക്കെന്താടാ, ഒന്നും പറയാനില്ലേ ഇപ്പോ? എന്തോ ഒരു ഞെട്ടല് പോലെ ഹരി അവളെ ഒന്ന് നോക്കി. ഡി, അത് ഞാനാണ് നിന്നോട് ചോദിക്കേണ്ടത്. ഒരു സമയത്ത് നിനക്ക് 100 പേരെ പ്രേമിക്കണം അല്ലേ? കൈയും കലാശവും കാണിച്ച് എന്റെ ഏട്ടനെ മയക്കിയെടുത്തിട്ട് സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ ഡ്രാമ കളിക്കുന്നോ നീ? സത്യം പറയടി, എന്തിനു വേണ്ടിയാ ഇത് ചെയ്തത്? ഞങ്ങളുടെ ബിസിനസ് ചോർത്താൻ വന്ന സ്പൈ അല്ലേ നീ? എന്താടാ, ഒരടി കിട്ടിയപ്പോൾ നിന്റെ കിളികളെല്ലാം തന്നെ പോയോ? ഹരി വേണിയെ രൂക്ഷമായി ഒന്ന് നോക്കി. എന്നിട്ട് തുടർന്നു. നീ എന്താ ആളെ വിഡ്ഢിയാക്കുവാണോ?
ഇവിടെ വന്ന് ഓഫീസ് ജോലി, അതും ദേവന്റെ അസിസ്റ്റന്റ്. അവിടെ റെസ്റ്റോറന്റിൽ വന്നപ്പോൾ നീ എന്റെ പെങ്ങളോട് എന്താ പറഞ്ഞത്? അവരുടെ സംസാരം ക്യാബിൽ നിന്ന് പുറത്തേക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലായപ്പോൾ ഡോർ തുറന്ന് ശ്രീയും അകത്തേക്ക് ചെന്നു. ഞാൻ നിന്റെ പെങ്ങളോട് സത്യം തന്നെയാ പറഞ്ഞത്. ഇപ്പൊ കള്ളം പറയുന്നത് നീ ഒരാളാണ്. നീ എന്തിന്റെ പേരിലാണ് എന്റെ അനിയത്തിക്ക് കിസ് കൊടുത്തതെന്ന് എനിക്കറിയണം. നീ സിൻസിയറായിട്ടാണ് അവളെ സ്നേഹിക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം. പക്ഷേ നിന്റെ ഡ്രാമ മതിയാക്ക് വേണിയൊന്ന്. എന്താ ഇവിടെ ഇപ്പം നടക്കുന്നതെന്ന് പോലും ശ്രീക്ക് ഒരു പിടുത്തവുമില്ലായിരുന്നു. രണ്ടുപേരും പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഹരി ശ്രീയെ അടിമുടിയൊന്ന് നോക്കി. അത് ചോദിക്കാൻ താനാരാ? ശ്രീപ്രിയ, ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പോൾ ഇതാരാ എന്നുള്ള ഭാവത്തിൽ ഹരി വേണിയെ ഒന്ന് നോക്കി. അത് മനസ്സിലായതുപോലെ ശ്രീ അവനോട് പറഞ്ഞു, ഇതെന്റെ ചേച്ചിയാണ്, പേര് വേണി. എന്നാൽ ആ നിമിഷവും വീണു വിചാരിച്ചിരിക്കുന്നത് ഹരിയാണ് ശ്രീയെ ഉമ്മ വെച്ചതെന്നാണ്. നിന്നെ ഉമ്മ വെച്ചതിനോട് നീ ഇത്രയ്ക്ക് മാന്യമായി എന്തിനാണ് സംസാരിക്കുന്നത് ശ്രീ? ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പോ നിന്നെ കിസ് ചെയ്തത് ഇവനല്ലേ? അല്ല. അപ്പോഴാണ് ഹരിക്കും വേണിക്കും തങ്ങൾക്ക് പറ്റിയത് അബദ്ധമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത്. സോറി, അവനറിയാതെ ചെയ്തു പോയതാ. അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ പോലും ദേവ ചെയ്തത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും ശരിയാണെന്ന് ഞാനും പറയില്ല. കാരണം എന്താ? അവന് തന്നെ കണ്ടപ്പോൾ അത്രയ്ക്കിഷ്ടമായി. ഹരി അത് പറഞ്ഞു കഴിഞ്ഞ് വേണിയെ ഒന്ന് നോക്കി. ഏട്ടന്റെ കാര്യം വരുമ്പോൾ സ്വാർത്ഥനാണല്ലേ? ഇതുപോലെ തന്നെയാണ് എനിക്ക് തന്നോട് തോന്നിയതും. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നോക്ക് ശ്രീ, അവൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവൻ ഇങ്ങോട്ടേക്ക് വരാൻ മടിക്കുന്നത് പോലും. തന്നെ അവനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങളുടെ ആരുടെയും അനുവാദമൊന്നും വേണ്ടേ? അതിന് ഈ കുട്ടിക്ക് താല്പര്യക്കുറവില്ലെങ്കിൽ പിന്നെന്താ? തനിക്ക് എന്റെ ഏട്ടനെ ഇഷ്ടമാണോ? ഒന്നും ചിന്തിക്കാതെ തന്നെ ശ്രീ പറഞ്ഞു. ഞാൻ ഒരിക്കൽ പോലും ദേവസാറിനെ തെറ്റായ ഒരു കണ്ണിൽ കണ്ടിട്ടില്ല. അതുമാത്രവുമല്ല, എന്റെ വീട്ടുകാർ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അത്രമാത്രം പറഞ്ഞ് ശ്രീ പുറത്തേക്ക് പോയി. അവൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. പിന്നെ ഒരു ഇളവ് വേണമെങ്കിൽ ചെയ്യാം. എന്ത്? നീ എന്നെ കല്യാണം കഴിച്ചോളാം എന്ന് സമ്മതിക്കും. ഞാൻ തന്നെ നിന്റെ ചേട്ടന്റെയും എന്റെ അനിയത്തിയുടെയും കല്യാണം നടത്തി വെക്കുന്നതായിരിക്കും മുന്നിൽ നിന്ന്. പക്ഷേ എന്റെ കണ്ടീഷൻ സാധിച്ചു തരാൻ പറ്റുമോ നിനക്ക്? ഇനി എന്തു തന്നെ പറഞ്ഞാലും ഈ ഭൂമി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളെങ്കിൽ പോലും ഞാൻ നിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല മോളെ. എന്നാ പിന്നെ നിന്റെ ഏട്ടന്റെയും ശ്രീയുടെയും വിവാഹം മറക്കുന്നതായിരിക്കും നിനക്ക് നിന്റെ ചേട്ടനും നല്ലത്. അത്രയും പറഞ്ഞ് ഒരു വാശിയോടെ തന്നെ വേണി അവിടെ നിന്നും പോയി. അവൾക്കിപ്പോ അവനോട് ഒരുതരം പ്രതികാരം എന്ന പോലെയാണ് വേണിയുടെ സംസാരവും ഹരിക്ക് മനസ്സിലായത് ആ ഒരു നിമിഷം. എന്നാൽ പെട്ടെന്ന് തന്നെ ഹരിയുടെ ഫോണിലേക്ക് ദേവയുടെ വിളി വന്നിരുന്നു. ഹലോ പോലും പറയാതെ ദേവ ചോദിച്ചത് ഇത്ര മാത്രമാണ്. എന്തേലും കുഴപ്പമുണ്ടോടാ? നീ വെക്ക്, ഞാൻ അവിടേക്ക് വരികയാണ്. എന്താടാ, എന്തേലും പ്രോബ്ലം? എല്ലാം ശരിയായി, പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ്. അത്രമാത്രം പറഞ്ഞ് ഹരി ആ കോൾ കട്ട് ചെയ്യുകയായിരുന്നു. ശ്രീയെ ശ്രീനിലയത്തിലേക്ക് പറഞ്ഞു വിട്ടു വേണു നേരെ പോയത് ബാറിലേക്കായിരുന്നു. എന്നാൽ വിഷമവും സങ്കടവും കൊണ്ട് വളരെയധികം മദ്യപിച്ചായിരുന്നു വേണു ശ്രീനിലയത്തിൽ എത്തിയത്. ശ്രീയെ പോലും കാണാതെ അവൾ നേരെ സിദ്ധുവിന്റെ റൂമിലേക്ക് പോയി. എടാ ചേട്ടാ. സിദ്ധുവിന് അവളുടെ നാവ് കുഴച്ചിൽ കേട്ടപ്പോഴേ മനസ്സിലായി അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന്. പിന്നെ തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കൂടിയായപ്പോൾ ഉറപ്പിച്ചു. ഇന്ന് രണ്ടു കാലിലാണല്ലോ പെങ്ങള്. വിഷമം കൊണ്ട് കഴിച്ചു പോയതാടാ ചേട്ടാ. നിനക്ക് ഈ ചെറുപ്രായത്തിൽ എന്താ ഇത്രയ്ക്ക് വലിയ വിഷമം? എന്നെ കാണാൻ ഭംഗിയില്ലേ? ഞാൻ സുന്ദരിയല്ലേടാ? നീ സുന്ദരിയല്ലെന്ന് ആരാ പറഞ്ഞത്? നീ ഏട്ടന്റെ സുന്ദരിയല്ലേ? എന്നിട്ട് അവൻ എന്താ എന്നെ ഇഷ്ടമല്ലാത്തത്? നീ ആരുടെ കാര്യമാണ് പറയുന്നത്? അവൾ നിലത്തേക്ക് വീഴാൻ പോയപ്പോൾ അവൻ ബെഡിലേക്ക് അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു. ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ വേണി തുറന്നു പറഞ്ഞിരുന്നു. അവന് മനസ്സിലായിരുന്നു ഹരിയെ അവൾ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം. പക്ഷേ എനിക്ക് അപ്പോഴത്തെ സാഹചര്യത്തിൽ അടിക്കാനായിട്ടാ തോന്നിയത്. അതിനി ഹരിയാണെങ്കിലും
ദേവയാണെങ്കിലും അത് തന്നെ ചെയ്യുമായിരിക്കത്തുള്ളൂ. പക്ഷേ അവനിട്ട് ഒരെണ്ണം കൊടുക്കാൻ പറ്റാത്ത വിഷമം ഉണ്ട് എനിക്ക്. എന്നാൽ പെട്ടെന്ന് തന്നെ ശ്രീ അവിടേക്ക് വന്നു. വേണിയുടെ ഇരിപ്പും സിദ്ധാർത്ഥന്റെ മുഖത്തെ ഞരമ്പുകളെല്ലാം തെളിഞ്ഞു കണ്ടപ്പോൾ തന്നെ ശ്രീക്ക് മനസ്സിലായി വേണിയെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഏട്ടാ ഞാനൊന്ന്, നമുക്ക് നാളെ സംസാരിക്കാം. പിന്നെ ഓഫീസിൽ പോകുമ്പോ നാളെ ഞാനും വരുന്നുണ്ട്. ചേട്ടാ അത് നീ ഒന്നും പറയാൻ നിൽക്കണ്ട. വേണിയെ നോക്കിയപ്പോഴും വേണി ഫ്ലാറ്റ് ആയിരുന്നു. അവൾ ഇവിടെ കിടന്നോട്ടെ, ഞാൻ നിന്റെ റൂമിൽ കിടന്നോളാം. അത്രയും പറഞ്ഞ് സിദ്ധാർത്ഥ് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ഇത്രയും പ്രശ്നം ഒപ്പിച്ചു വെച്ചിട്ട് കിടക്കുന്നത് കണ്ടില്ലേ, ഒരു കൂസലും ഇല്ലാതെ. നിനക്കറിയില്ല മോളെ എന്റെ വിഷമം. അപ്പോ ബോധമുണ്ടായിരുന്നോ? ഇന്ന് എത്ര കുടിച്ചാലും ഞാൻ ഫിറ്റ് ആവില്ല മോളെ. അതെന്താ ചേച്ചി? ആദ്യമായിട്ട് പ്രേമം തോന്നിയത് അവനോടാ, ആ ഹരിയോട്. ഈ പുള്ളിയുടെ കാര്യമാണോ ചേച്ചി പറഞ്ഞതപ്പോൾ? ആ അവനാണിവൻ. ചേച്ചി എവിടെ? വേണി നല്ല ഉറക്കമായിരുന്നു. പതിവിലും നേരത്തെ തന്നെ സിദ്ധാർത്ഥ് റെഡിയായിരുന്നു. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വേണി ചുറ്റിനും കണ്ണോടിച്ചപ്പോൾ തന്റെ റൂമല്ലെന്ന് മനസ്സിലായി അവൾക്ക്. സിദ്ധാർത്ഥ് തന്റെ ഷൂവിന്റെ ലേസ് കെട്ടിക്കഴിഞ്ഞു. നേരെ നോക്കുമ്പോൾ വേണി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കണ്ണു തിരുമുന്നതാണ് അവൻ കാണുന്നത്. ഇതെന്തു പറ്റി? പതിവിലും നേരത്തെ ഉണർന്നല്ലോ. അവൾ തന്റെ 32 പല്ലും അവനെ കാട്ടി. ഇന്നലെ ഞാൻ ഇവിടെയാണോ കിടന്നത്? എന്തേ, അത് ഉറക്കം എഴുന്നേറ്റപ്പോൾ മനസ്സിലായില്ലേ? മനസ്സിലായി. നീ ഇന്നലെ എവിടെയാ കിടന്നത്? ഞാൻ എവിടെ കിടന്നാലും നീ നല്ലതുപോലെ ഉറങ്ങിയല്ലേ, അത് മതി. നീ ഇത് എവിടെയാ ഇത്ര രാവിലെ തന്നെ? അതൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ വേണി ചാടി എഴുന്നേറ്റ് സിദ്ധാർത്ഥിനരികിലേക്ക് ചെന്നു. സിദ്ധു, നീ ഒന്നിവിടെ വന്നിരിക്കുക. സിദ്ധുവിനെ പിടിച്ചവൾ അടുത്ത് കിടന്ന സോഫയിലേക്കിരുത്തി. നിനക്കെന്താ, ഇന്നലെ പറഞ്ഞതൊന്നും മതിയായില്ലേ? അതോ ഇനി വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞതാണോ? എത്ര കഴിച്ചാലും ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇനി നിനക്കെന്താ പറയാനുള്ളത്? സിദ്ധു അവളോടായി ചോദിച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ശ്രീക്കുണ്ടായ കാര്യം. അതിനിപ്പോ എന്താടാ അത് വെറും നിസ്സാരമായിട്ട് നീ ചോദിക്കുന്നത്? നിന്റെ കൂടെ പെങ്ങളല്ലേ അവള്. നീ ഇന്നലെ പറഞ്ഞ കാര്യം ചെയ്യാൻ തന്നെയാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ ഒരടി പ്രതീക്ഷിക്കല്ലേ? ശ്രീയെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ പഴയതുപോലെ ആക്കിയെടുത്തത്. ഇനി എന്റെ കുട്ടിയുടെ കണ്ണു നിറയാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് കാരണം ഏതവനായാലും അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും. അവൾക്കാരെയും വിഷമിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ വന്ന കല്യാണാലോചന പോലും അവൾ എതിർപ്പൊന്നും പറയാതെ തന്നെ നിൽക്കുന്നത്. ഇനിയും ആ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നിന്റെ സമാധാനം കൂടി ഞാൻ കളയുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും, ഡാ ഇന്ന് നേരത്തെ ഇറങ്ങണം. എന്തിന്? അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടായി ചോദിച്ചു. നാളത്തെ പെണ്ണുകാണൽ ചടങ്ങിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് കുറച്ച്. അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. നീ കൂളായിട്ടിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇനി എന്ത് കാര്യം? എനിക്ക് അവനിട്ട് 2 എണ്ണം കൊടുക്കാൻ പറ്റാത്തത് നീ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഞാൻ നോക്കിക്കോളാം അതൊക്കെ. സിദ്ധാർത്ഥ ഡോർ തുറന്ന് നേരെ പോയത് ശ്രീയുടെ റൂമിലേക്കാണ്. അപ്പോ എങ്ങനാ മോളെ, പോവല്ലേ? ഏട്ടാ അത് നീ ഇനി ഒന്നും പറയണ്ട. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന്. വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങാം. ശ്രീക്ക് എന്താണ് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ സിദ്ധാർത്ഥ അത്രയും പറഞ്ഞ് താഴേക്ക് പോയി. പിന്നാലെ ശ്രീയും. രണ്ടുപേരും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അമ്മേ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. അംബിക കേൾക്കാൻ പാകത്തിന് സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു. അവർ അതുപോലെ പോയിട്ട് വരാനും പറഞ്ഞു. കാറിൽ കയറിയിട്ടും രണ്ടുപേരും പരസ്പരം ഒന്നും മിണ്ടിയില്ല. ഒരുപാട് നേരത്തെ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ശ്രീ അവനോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഏട്ടാ. എന്താ മോളെ? ശരിക്കും ഓഫീസിലേക്ക് വരുന്നത് എന്തിനാ? ഇതിപ്പോൾ നിന്റെ സ്ഥാനത്ത് വേണിയായിരുന്നെങ്കിൽ എനിക്ക് നിന്റെ കൂടെ വരേണ്ടി വരില്ലായിരുന്നു. അപ്പോ ചോദ്യത്തിനുള്ള ആൻസർ കിട്ടിയല്ലോ. പിന്നീട് ശ്രീ ഒന്നും ചോദിക്കാൻ നിന്നില്ല. ചോദിച്ചിട്ടും പ്രയോജനമൊന്നുമില്ലെന്ന് അവൾക്കറിയാം. ഇതാണോ നിന്റെ ഓഫീസ്? സിദ്ധു ശ്രീ വർക്ക് ചെയ്യുന്ന ഓഫീസിന് ഫ്രണ്ടിലേക്ക് കാർ ഒതുക്കിക്കൊണ്ടായി ചോദിച്ചു.
അവൾ അവനെ ഒന്ന് നോക്കിയിട്ടായി പറഞ്ഞു. അതേ ഏട്ടാ. എന്നാ പിന്നെ ഇങ്ങനെ ഇരിക്കാതെ ഇറങ്ങ്. ഏട്ടാ, ഇന്നലെ ചേച്ചി വന്ന് അത്രയും പറഞ്ഞതല്ലേ, ഇനി ഒരു പ്രശ്നം വേണോ? നിന്റെ ഈ പേടിയാണ് ശ്രീ ആദ്യം മാറേണ്ടത്. എന്തിനും ഏതിനും ഈ പേടി നല്ലതല്ല. നീ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ. ഏട്ടാ, അവൾ എന്താ പറയാൻ വരുന്നതെന്നറിയാം എന്നതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പിന്നീടൊന്നും പറയാൻ സമ്മതിക്കാതെ അവളോട് കാറിൽ നിന്നിറങ്ങാൻ പറഞ്ഞു. അവർ നേരെ ഓഫീസിലേക്ക് നടന്നെടുത്തു. ദേവയുടെ ശബ്ദം അകത്ത് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ശബ്ദം സിദ്ധാർത്ഥന്റെ ചെവികളിൽ എത്തിയതും പരിചയമേറിയ സൗണ്ട് പോലെ അവന് തോന്നി. അവൻ പോലും അറിയാതെ അവന്റെ കാലിന്റെ വേഗത കൂടി. തൊട്ടു പിന്നാലെ തന്നെ ശ്രീയും അവനോടൊപ്പം നടന്നെടുത്തു. ക്യാബിന്റെ ഡോർ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥും ശ്രീയും അകത്തേക്ക് ചെന്നു. ദേവ ആരോടോ ഫോണിൽ ഷൗട്ട് ചെയ്യുകയായിരുന്നു. പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. എക്സ്ക്യൂസ് മീ. സിദ്ധാർത്ഥിന്റെ ശബ്ദം ദേവയുടെ കാതുകളിൽ എത്തിയതും പെട്ടെന്ന് തന്നെ ദേവ തിരിഞ്ഞു. രണ്ടുപേരും പരസ്പരം മാറി മാറി നോക്കി. സിദ്ധാർത്ഥ് നേരെ അവന്റെ അരികിലേക്ക് ചെന്നു. കോപം ജ്വലിക്കുന്ന കണ്ണുകളോടെ ഇരുവരും പരസ്പരം മാറി മാറി നോക്കി. നിന്നെ പോലൊരു തെമ്മാടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയൂ എന്ന് നീ ഒരിക്കൽ കൂടി തെളിയിച്ചു തന്നിരിക്കുകയാണ് ദേവ. മര്യാദയ്ക്ക് സംസാരിക്കണം സിദ്ധാർത്ഥ്. തെമ്മാടിത്തരം കാണിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്നോ? നിന്നോടൊന്നും മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ലടാ. സിദ്ധാർത്ഥ് അവന്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. അവന്റെ ഇരു കവിളിലുമായി മാറി മാറി തല്ലി. എന്നാൽ പെട്ടെന്ന് തന്നെ സ്റ്റാഫുകളെല്ലാം അവിടെ ഓടിക്കൂടിയിരുന്നു. ദേവയും തിരിച്ചവനെ തല്ലാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിന്റെ കൈ പിടിച്ചവൻ തിരിച്ചു. എന്നാൽ മറുകൈ കൊണ്ട് ടേബിളിനടുത്തിരുന്ന ഫ്ലവർ വേസ് എടുത്തു സിദ്ധാർത്ഥ് നെറ്റിയിലേക്ക് അടിച്ചതും ദേവ സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും പിടിവിട്ടിരുന്നു. എന്നാൽ ഇതിനിടയ്ക്ക് സ്ത്രീ ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമാകുമെന്ന് മനസ്സിലാക്കിയ സ്റ്റാഫുകൾ തന്നെ അവരെ ഇരുവരെയും പിടിച്ചു മാറ്റി. ഇത്രയ്ക്ക് രോഷം കൊള്ളാൻ അവൾ നിന്റെ ആരാടാ? ദേവ പകയോടെ അവനോട് ചോദിക്കുമ്പോഴും 100 മടങ്ങ് ശക്തിയോടെ അവൻ മുമ്പിലേക്ക് ചെന്ന് ദേവയുടെ നെഞ്ചിലേക്ക് ചവിട്ടി. നിനക്കറിയണമല്ലേ ഇവൾ ആരാണെന്ന്? എന്റെ ആരാണെന്ന് നിനക്കറിയണ്ടേടാ. ഇവളെന്റെ പെങ്ങളാടാ, പെങ്ങള്. ശ്രീ, ഇനിയൊരു പ്രശ്നം ഉണ്ടാകാതെ നീ സാറിനെ കൂട്ടി ഇവിടെ നിന്ന് പോകാൻ നോക്ക്. കാവ്യാണത് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ശ്രീ അവനെ പിടിച്ചു വലിച്ച് കാറിലേക്ക് ഇരുത്തി. നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു അവനെയും കൊണ്ട്. ഇതിനോടകം തന്നെ വേണിയെയും സ്ത്രീ ഫോണിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടൻ തന്നെ ഡോക്ടർ കാര്യം തിരക്കിയപ്പോൾ കൈ ഒന്ന് തിരിഞ്ഞു എന്ന് മാത്രമാണ് സിദ്ധാർത്ഥ് അവരോട് പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എക്സ്റേ എടുത്തു. എക്സ്റേ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കൈയുടെ ജോയിന്റ് വിട്ടതാണ്. ജോയിന്റ് ഒന്നാകണമെങ്കിൽ മിനിമം കുറച്ചു നാൾ പിടിക്കും. അതുവരെ ബാൻഡേജ് ഇടേണ്ടി വരും. വേണി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സിദ്ധാർത്ഥിന്റെ ഇടത്തെ കൈ ബാൻഡേജ് ഇട്ടിരിക്കുന്നതാണ് അവൾ കാണുന്നത്. പെട്ടെന്ന് തന്നെ അവൾ ഓടി അവന്റെ അരികിലേക്ക് ചെന്നു. എന്താടാ ഇത്? എന്തു പറ്റി നിനക്ക്? ശ്രീ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ വേണിയോട് തുറന്നു പറഞ്ഞു. ഏട്ടന്റെ പെരുമാറ്റത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി ചേച്ചി. അയാളെ മുമ്പ് നല്ല പരിചയമുള്ളത് പോലെയായിരുന്നു. അവരുടെ സംസാരവും പെരുമാറ്റ രീതികളും എല്ലാം തന്നെ. എന്താ സിദ്ധു ഇത്? നിനക്ക് അയാളെ അറിയാമോ? അറിയാമോ എന്നോ? നീ അവന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കരുത് പ്ലീസ്. വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവിടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആക്സിഡന്റ് ആയി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവന്റെ സംസാരം കൂടിയായപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിരുന്നു. അവർ തമ്മിൽ നല്ല രീതിയിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. പിന്നീട് അവരാരും അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ നിന്നില്ല. നേരെ വീട്ടിലേക്കാണ് പോയത്. ഹരിയോട് ഇന്ന് ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും കാവ്യ അവനെ വിളിച്ചു പറഞ്ഞിരുന്നു. ഹരി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അവന്റെ നെറ്റി പൊട്ടി ബ്ലഡെല്ലാം തന്നെ മുഖത്ത് അവിടെ ഇവിടെയായിട്ട് കട്ട പിടിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഹരി അവന്റെ അടുത്തേക്ക് പാഞ്ഞു. എന്താടാ ഇതെന്തു പറ്റി നിനക്ക്? നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. എന്നാൽ അവന്റെ ചോദ്യത്തിനൊന്നും തന്നെ ദേവ ഒന്നും മിണ്ടിയിരുന്നില്ല. ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു അവന്റെ പെരുമാറ്റം ആ സമയങ്ങളിൽ. അവനൊന്നും പറയില്ല എന്ന സാഹചര്യം വന്നപ്പോൾ ഹരി അവനെ ബലമായി തന്നെ പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
നെറ്റിക്കൊരു 4 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ദേവിക്കില്ലായിരുന്നു. ഡ്രൈവിങ്ങിനിടയിൽ ഹരി പലപ്പോഴും അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ അതൊന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ വീട്ടിലെത്തിയിട്ടും ദേവ തന്റെ റൂമിലേക്ക് പോയി കിടന്നു. അവന്റെ മനസ്സിൽ അപ്പോഴും ഓടിക്കൊണ്ടിരുന്നത് തന്റെ സ്റ്റാഫുകളുടെ മുമ്പിൽ വെച്ച് ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ തല്ലിയ സിദ്ധാർത്ഥിനെ കുറിച്ചായിരുന്നു. ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.